ഹലോ ഗൈസ്, കെയർ ബ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് നമ്മൾ ട്രവർ മച്ചാൻ്റെ വീഡിയോയിൽ നിന്ന് ഇൻട്രോ എടുക്കുന്നതിന് കാരണം നമുക്ക് ട്രവർ മച്ചാൻ ഒരു ജോബ് വന്നിരിക്കുകയാണ് ഗൈസ്. അത് നമ്മുടെ ലോസ് ആഞ്ചലസ് ടൗണിൽ ഒരു പോലീസിൻ്റെ കൊനിസെക് ജെസ്കോ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കത് അടിച്ച് മാറ്റണം. ട്രവർ മച്ചാന് അത് കൊടുക്കുവാണെങ്കിൽ ട്രവർ മച്ചാൻ നല്ലൊരു പൈസ തരുമെന്നാണ് പറഞ്ഞിരിക്കണേ. നമുക്ക് എൻ്റെ പട്ടി അവിടെ കുരയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ചെറിയ രീതിയിലൊരു ശബ്ദമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ നമ്മൾ പോവുകയാണ്. നമുക്ക് എന്തായാലും അത് എടുത്തിട്ടേ പറ്റുള്ളൂ. അയ്യോ, ഇത് സ്റ്റണ്ടാണ്. എനിക്ക് എപ്പോഴും നമുക്ക് എന്തായാലും പോയേ പറ്റുള്ളൂ. ഒരു ചെറിയ ആക്സിഡൻറ്റ് ആണെന്ന്, അതൊന്നും കുഴപ്പമില്ല. നമുക്ക് കുറച്ച് ചോരയൊക്കെ പോയുള്ളൂ. ഇതൊന്നും അവിടെ ഒരു ടാക്സി അല്ലേ ഇത് കിടക്കണത്? സൂപ്പറായിട്ട് ടാക്സി അല്ലേ? ആരുടെ ഇങ്ങനെ ഇട്ടിരിക്കണേ? നമുക്കിതിനെ വല്ലവൻ്റെയും വെട്ടിയിട്ട് കാര്യം. നമുക്ക് നമ്മൾ ജോലിയിലോട്ടേക്ക് പോകാം. അത് സെൻറ്ററാണ്. ഇതേ വേറൊരു ടാക്സി. ഇതെന്താണ് എൻ്റെ പൊന്നോ? ഒന്നും പറയണ്ട കേസ്. നമുക്ക് നേരെ പോകാം. റിവേഴ്സ് എടുത്ത് പോകണം കാറ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ പൊട്ടപ്പിള്ളേരുകളാണ്. അയ്യോ, നമ്മളടി പോയി. നമുക്ക് ആ ബിൽഡിങ്ങിൽ എത്തിയിട്ട് കാണാം കേസ്. എനിക്ക് അത്രയ്ക്കും വീഡിയോ വെക്കാൻ നമ്മൾ ആ പോലീസ് വെഹിക്കിളിൻ്റെ അടുത്തെത്തിയത് ഒരു കിങ് ആയിട്ടുള്ള കൊനിസെക് ജെസ്കോ ആണ്. ഇത് ജെസ്കോൻ്റെയും കിങ്ങിൻ്റെയും സ്റ്റൈലാണല്ലോ. പുള്ളി തട്ടിയപ്പോൾ വണ്ടി ഇറങ്ങി. വണ്ടി അത്രയ്ക്ക് ലൂസാണ്. പൊന്നും പിള്ള ഈ വണ്ടിക്ക് എന്താണ്? നമുക്ക് ഈ വണ്ടി നൈസായിട്ട് അടിച്ചു വെച്ചാൽ നോക്കിയാലോ. നമ്മൾ കാരണം ഇവിടെ കീ വെച്ചിരിക്കുകയാണ്. നമുക്ക് നൈറ്റിന് പോവാം. അതുവരെ നമുക്ക് ഇവിടെ നിൽക്കാം. നമുക്ക് അതിൻ്റെ ഉള്ളിൽ നോക്കാം. ഗൈസ്, ബൈ ഞാൻ കാര്യം പറഞ്ഞില്ല. ഇവിടെ ഒരു മാഫിയയുടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഈ ശരിക്കും ഒരു മാഗ്നറ്റിക് ഫീച്ചർ ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾ നേരത്തെ കണ്ടില്ലേ, ഒരു ചേട്ടനും ഒരു ചേച്ചിയൊക്കെ നടന്നപ്പോൾ അത് ഇങ്ങനെ തട്ടിയില്ലേ, അത് അവരുടെ മേത്ത് ഒട്ടിപ്പോകുന്ന രീതിയിലാണ്. നമ്മുടെ മേത്ത് ഒട്ടത്തില്ല, കാരണം നമ്മൾ നല്ല ജാക്കറ്റൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഈ ബിൽഡിങ്ങിനുള്ളിലാണ് ആ മാഫിയ പാർട്ടി നടക്കുന്നത്. അത് ഒരു മാസത്തേക്കുള്ള എൻ്റെ അംബാനിയുടെ മകം പോലെയാണ്. ഇതൊരു വീടാണ് അവൻ്റെ. എന്തായാലും ഈ കിങ് അടിച്ചു മാറ്റിയേ പറ്റുള്ളൂ. ഇത് ട്രെവറിൻ്റെ അല്ല, നമ്മുടെയും കൂടെ ആവശ്യമാണ്. കൂരിരുട്ടായിട്ടുണ്ട്. ഇപ്പോൾ എത്ര മണി? ഒരു 19. ഈ ഫോണ് തെറ്റാണ്, പക്ഷെ ഞാൻ അങ്ങ് മറന്ന്. പക്ഷെ ഒരു സീനുണ്ട്, ഈ വെഹിക്കിളിൽ തുറക്കാൻ പറ്റില്ല. നമുക്ക് എങ്ങനെയെങ്കിലും തുറന്നേ പറ്റുള്ളൂ ഗൈസ്. നമ്മൾ കുരുട്ട് ബുദ്ധി ഉപയോഗിച്ച് അതൊരു കമ്പി വെച്ച് ഈ കാറ് തുറന്നിട്ടുണ്ട്. ഈ കാറിലോട്ട് കയറി. ഇവിടെ ആരുമില്ല, എല്ലാവരും ഉറങ്ങാൻ പോയിരിക്കണം ഗൈസ്. ചേച്ചി ഇടന്ന് പോകണം. ആ ചേച്ചി നമ്മുടെ കാറാന്ന് വിചാരിച്ചോളൂ. ലൈറ്റ് ഓഫ് ചെയ്യും. അതൊക്കെ ആ ചേച്ചിക്ക് തട്ടിയോളാൻ ആരും കാണത്തില്ല. ചേച്ചി, ഈ ചേച്ചിക്ക് എന്ത് പറ്റി? അതൊന്നും അറിയത്തില്ല മോനെ. ഈ വണ്ടിയിൽ വേറെ ഫീച്ചറുണ്ട് കേസ്. ഞാൻ നോക്കിയപ്പോൾ ബാക്ക് വാങ്ങി. നമുക്ക് എന്നാലും ഈ ഫീച്ചറൊക്കെ എടുക്കാൻ സമയമില്ല. നമുക്ക് പോയേ പറ്റുള്ളൂ. പോകാം കേസ്. ഞാൻ വേറൊരു കാര്യം അറിഞ്ഞ്, നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ മോനാണ് ഈ പാർട്ടി ഉദ്ഘാടനം ചെയ്യണം. ആ മാഫിയ പാർട്ടിയിൽ ഉള്ളതെന്ന് പറയുന്നത് തന്നെ എനിക്ക് അത്ഭുതമായിട്ട് തോന്നുന്നു. പിന്നെ പ്രസിഡൻറ്റ് നല്ല തരികിട പരിപാടികളൊക്കെയാണ്, കൈക്കൂലിയൊക്കെ കൊടുക്കാറുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ലോസ് ഏഞ്ചൽസിന് ഒരു മുടിൻ്റെ ഇതാണ്. എന്തായാലും വണ്ടി സേഫ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ സൈഡിൽ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് നാളെ ട്രവറിന് കൊണ്ടുപോയി കൊടുക്കാം. അപ്പോൾ നാളെ ഒരു 9 മണിയായിരിക്കാണ്.
ഇതിലോട്ട് ആരും അറിഞ്ഞിട്ടില്ല. നമ്മൾ ചെറുതായിട്ട് കളർന്ന് മാറ്റിയിട്ടുണ്ട് ഈ വണ്ടിയുടെ. ഇപ്പം സംശയം തോന്നാറില്ല ആർക്കും. നമുക്ക് എന്തായാലും ഡ്രൈവർ മച്ചാൻ്റെ വീട്ടിൽ കൊണ്ടുപോകാം. നമുക്കെന്തായാലും പോയേ പറ്റുള്ളൂ. പിന്നെ ഇവിടെ ഒരു റാമ്പ് ഇട്ട് വെച്ചിരിക്കണേ. നമുക്ക് റാമ്പിൽ കയറാൻ സമയമില്ല. നമുക്ക് കയറി പോകണം. ഈ ടാക്സി ഇതെനിക്ക് തോന്നുന്നത് ഫേക്ക് ടാക്സി ആണെന്നാ. ഉണ്ടില്ലേ ഇടിച്ചിട്ടിരിക്കണേ. ടാക്സി ഡ്രൈവേഴ്സ് ആയാൽ നന്മ മാത്രമേ പാലിക്കൂ. ടാക്സി എന്ന് പറഞ്ഞപ്പോഴേ നമ്മളൊരു വീഡിയോ എടുത്തായിരുന്നു ടാക്സിയുടെ ടാക്സി ഡ്രൈവറിൻ്റെ. പക്ഷെ ആ വീഡിയോ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് അറിയാതെ ഡിലീറ്റ് ആയിപ്പോയി. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഡിലീറ്റ് ചെയ്തത് വല്ലതും പറ്റില്ല. ഇവിടെ പെട്രോൾ പമ്പ് കാണുന്നുണ്ട്. നമുക്ക് കുറച്ച് പെട്രോൾ അടിച്ചേക്കാം. ഓട്ടോമാറ്റിക് പെട്രോൾ ആയതുകൊണ്ട് അടിക്കാം. റോബോട്ട് ഒരു എന്താണ് ഇത് കാണുന്ന ഡീസലാണ്. ഒരു ഡീസൽ ഇതെന്താ അടിക്കാത്ത? ഓ സോറി, ഫുൾ ടാങ്ക്. ഓക്കെ അടിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ആ പൈപ്പ് കെട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് നേരെ പോവാം. എന്താടേ പെട്രോൾ ആരും ഒഴിച്ചിട്ടിട്ട് പോകും. നമുക്ക് ഡ്രൈവർ മച്ചാൻ്റെ വീട് പോകാം ഗൈസ്. നമ്മൾ പെട്രോളൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഡ്രൈവർ മച്ചാനെ വിളിച്ചുകൊണ്ട് പെട്ടെന്ന് സാറെന്നായിപ്പോയതാണ്. ഇപ്പോൾ ഡ്രൈവർ മച്ചാനോട് കുറച്ച് ബഹുമാനമൊക്കെ ഉള്ളതുകൊണ്ട്